ഞാൻ അടുത്തിടെ ഒരു ഷോർട്സിൽ പാക്കറോപ്പാൻ ഫാൻഡം പെർഫ്യൂം കാണിക്കണ്ടായിരുന്നു. അന്ന് കുറെ പേര് ചോദിച്ചു എന്താ എവിടെന്നാ വാങ്ങിക്കാൻ കിട്ടുക ഫാൻഡത്തിന്റെ ചെറുതാണെന്നുള്ളത്. അത് പല സൈറ്റുകളിലും കാണാറുണ്ട്. ഞാനന്ന് സ്പ്ലാഷ് ഫ്രാഗ്രൻസ് എന്ന സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അത് വാങ്ങിക്കാനുള്ള ഒരു റീസൺ എന്തായിരുന്നു വെച്ചാല് നമ്മുടെ ഈ സ്പെക്ട്ര എന്ന ഈ പെർഫ്യൂമാണ്. ലേറ്റസോർ സ്പെക്ട്ര ഇത് ആക്ച്വലി ഫാൻഡത്തിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. അപ്പൊ ഞാൻ മോസ്റ്റ് ഓഫ് ദി പെർഫ്യൂംസും അങ്ങനെ മിനിയേച്ചേഴ്സ് കളക്ട് ചെയ്യും. കാരണം നമ്മളൊരു ഫ്രാഗ്രൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മുന്നേ ഇത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്കറിയണമല്ലോ. വെറുതെ പോയിട്ട് അതെടുക്കൂ ഇതെടുക്കൂ എന്നിട്ട് വന്നിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മോസ്റ്റ് ഓഫ് ദി പെർഫ്യൂംസും മിനിയേച്ചേഴ്സ് വാങ്ങിക്കും. അപ്പൊ എന്തായാലും അങ്ങനെയാണ് നമ്മൾ ഈ ഫ്രാഗ്രൻസുകൾ ഓരോന്നും മനസ്സിലാക്കുക. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും ഈ ഫാൻഡം ഷോപ്പിംഗ് മാളുകളിൽ എവിടെന്നെങ്കിലൊക്കെ പോയിട്ട് ഫ്രാഗ്രൻസ് അടിക്കാൻ നോക്കുമ്പോൾ മിക്ക സ്ഥലത്തും അത് സാധനം എംറ്റി ബോട്ടിലാണ് കാണാറുള്ളത്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു വൈബ് എൻ്റെ മൈൻഡിൽ കിട്ടുന്നില്ല. അത് ഇന്നതായിരുന്നു. ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ സ്നിഫ് ചെയ്ത് നോക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുള്ളൂ. മറ്റേ സ്ട്രിപ്പിൽ അടിച്ചു വന്നാലും നമ്മൾ കുറേയൊക്കെ മനസ്സിലാവും. നമുക്ക് അറിയാത്ത ഫ്രാഗ്രൻസുകൾ, അറിയുന്നതും പോപ്പുലർ ആയിട്ടുള്ളതൊക്കെ പിന്നെ നമ്മൾ വാങ്ങിക്കും എന്തായാലും. അപ്പൊ ഇത് ഞാൻ അങ്ങനെ വാങ്ങിക്കണം എന്ന് ഉദ്ദേശിച്ച ഒരു സാധനം തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പോ അങ്ങനെയാണ് നമ്മൾ ഫ്രാഗ്രൻസുകൾ ഇത് ഒറിജിനലായിട്ട് സിമിലർ ആണ് എന്ന് കൺഫേം ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം, ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, എന്ത് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത് ആർഗ്യൂ ചെയ്യാൻ വരുന്നവർ വളരെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. അത്തരം ആളുകൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയണത്. പിന്നെ ചിലർ നമ്മളെ ഔട്ട്ലെറ്റ്സിൽ എവിടെയെങ്കിലൊക്കെ വന്നിട്ട് ഇതിന്റെ ഒറിജിനൽ ഇത് ഇങ്ങനെയല്ല അതൊക്കെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സ്റ്റാഫിനോട് പറയാം, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോക്കലല്ല. അതെന്താ വെച്ചാൽ അത് വെറുതെ അവര് എന്തോ തെളിയിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത്. അത് നമുക്ക് ചില ആളുകളെ നമുക്ക് അങ്ങനെ എന്താ പറയാ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാനത് ഒരു കുറേ നാളുകളായിട്ട് നമ്മൾ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഫീൽഡിൽ ഉള്ളതുകൊണ്ട് അത് കണ്ട് പരിചയിച്ച ഒരു സംഭവമാണ് അങ്ങനത്തെ ഒരു നാച്ചുറൽ ആളുകളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്താലും ചിലര് അവരുടെ ഈ ഒരു ക്യാരക്ടർ കാണിക്കുമ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാല് അവര് നമ്മളെ മൊത്തത്തിലെടുത്ത് ഇൻസൾട്ട് ചെയ്യും. അപ്പൊ അതിന് ചാൻസ് കൊടുക്കാറില്ല. അപ്പൊ ഞാനത് പറയാൻ കാര്യം, ഇവിടെ പറയാൻ കാര്യം, മോസ്റ്റ് ഓഫ് ദി പെർഫ്യൂംസും ഒറിജിനൽ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താ പറയാ സാധനങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ഇനി ചിലത് നമ്മളെ കയ്യിൽ ഒറിജിനൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒറിജിനൽ എവിടെന്നെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കി വെക്കും. സ്ട്രിപ്പിൽ ഏതെങ്കിലും ഷോപ്പുകളിൽ അപ്ലൈ ചെയ്തിട്ട് ഓക്കെ ഇതാണ് ഒറിജിനൽ നമുക്ക് കിട്ടിയത്, ഇതാണ്, രണ്ടും സിമിലർ ആണ് എന്ന് ഉറപ്പുവരുത്തും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതല്ലാതെ ഉള്ള പിന്നെ ഒരു സിറ്റുവേഷൻസ് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇത് സ്പെക്ട്രന്റെ ഇൻട്രോയിൽ തന്നെ ഇത് പറഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാല് അത് വാങ്ങിച്ചതും ഫാൻഡം വാങ്ങിച്ചതൊക്കെ ആ ഒരു ബേസിലാണ്, വേറെ ഒന്നുമല്ല. ഫാൻഡം ജസ്റ്റ് വീഡിയോ ചെയ്യണേക്കാൾ എനിക്ക് ആവശ്യം ഇവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഗതിയിൽ. അപ്പൊ അത് കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോ എന്താണ് ഫാൻഡം അഥവാ നമ്മുടെ സ്പെക്ട്ര? ഞാൻ സ്പെക്ട്ര പറയാം. പാക്കറോപ്പാൻ ഫാൻഡം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഈ അടുത്ത കാലത്തായിട്ട് നല്ല പോപ്പുലർ ആയിട്ട് വന്ന ഒരു പെർഫ്യൂമാണ് ഫാൻഡം. അതിന്റെ ഒരു ഫ്രാഗ്രൻസ് എന്താ വെച്ചാല്, ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത് ഇതിൽ മൊത്തത്തിലൊരു ലാവൻഡറിന്റെ ഹിന്റാണ്. ഒരു വനില പ്ലസ് ലാവൻഡർ പ്ലസ് ഗ്രീൻ ആപ്പിൾ, ഇത് മൂന്നുമാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ. ഇതൊരു ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂമാണ്. ഓപ്പണിങ്ങിൽ തന്നെ നമുക്കൊരു ഫ്രഷ് ഒരു ഗ്രീൻ ആപ്പിൾ പോലത്തെ ഒരു സെന്റ് ഒക്കെ തോന്നും. പിന്നെ ഒരു പൗഡറി നോട്ട്സ് വരുന്നുണ്ട്, ഒരു പൗഡറി വെനില. പിന്നെ ഡ്രൈ ഡൗൺക്ക് വരുമ്പോൾ ആ ഒരു വെനില നോട്ട്സിലേക്ക് അങ്ങനെ മാറിപ്പോവാണ്. വളരെ പ്ലീസിങ് ആണ്. ഇപ്പൊ കുറെ പെർഫ്യൂംസ് ആ ഒരു കോമ്പിനേഷൻസിൽ വരുന്നുണ്ട്, ഒരു വനില പ്ലസ് ലാവൻഡർ. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ കയ്യിൽ ചില പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്. ലിബ്ര ഉണ്ട്, പിന്നെ ഗസ്സിന്റെ ഒരെണ്ണുണ്ട്, അതാ ഗെർലാൻഡ് ഏതോ YSLന്റെ എൻ്റെ ഒരു ക്ലോൺ ഉണ്ട്, ഓർമ്മല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു കോമ്പിനേഷൻസിൽ ഇപ്പൊ പല പെർഫ്യൂംസും വരുന്നുണ്ട്. ഇതും അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ്. ഒരു വെനില പ്ലസ് ലാവൻഡർ പ്ലസ് ഒരു ഫ്രഷ് ഗ്രീൻ ആപ്പിൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ളത്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ 2 hours ലെവലിൽ ഇതിന്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 6+ hours
ലോഞ്ചിവിറ്റിയും കിട്ടുന്നുണ്ട്. സോ നല്ല പെർഫ്യൂമാണ്, ട്രൈ ചെയ്ത് നോക്കുക. പ്രൈസ് വരുന്നത് 8 ml 200 റുപ്പീസും 20 ml 450 റുപ്പീസാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.